അപ്പോൾ ഇത് എത്ര വർഷമായതാ മരം? ഇതിപ്പോൾ 14 വർഷത്തോളം പഴക്കം. 14 വർഷം പഴക്കമുണ്ട്. മാത്രമല്ല ഇതിന്റെ ഷേപ്പിന് വ്യത്യാസമുണ്ടല്ലോ. വ്യത്യാസമുണ്ട്. അത് ഞാൻ മോള് വശം കട്ട് ചെയ്ത് നിർത്തി. കട്ട് ചെയ്തപ്പോൾ പിന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പടർത്തി വിടും. അപ്പോൾ നമുക്ക് പറിക്കാൻ എളുപ്പമുണ്ട്. അത് ശരി. ഇപ്പോൾ ടെറസിന്റെ മീത് നിന്ന് നമുക്ക് അവക്കാഡോ പറിക്കാം. ടെറസിന്റെ മുകളിൽ ബാൽക്കണിയിൽ നിന്ന് പറിക്കാം, നിലത്ത് നിന്ന് പറിക്കാം, എല്ലാവരും. എല്ലാവർക്കും നമസ്കാരം. ആൻ്റണി മുനിയറ ഹൗസിലേക്ക് സ്വാഗതം. ഞാൻ ഇടുക്കി ജില്ലയിലെ ചിത്തരപുരം ഡോബി പാലത്താണ്. ഡോബി പാലത്തേക്ക് എത്തുമ്പോൾ തികച്ചും വ്യത്യസ്തനായ ഒരു കർഷകനാണ് പുത്തൻപുര മോഹനൻ ചേട്ടൻ. മോഹനൻ ചേട്ടൻ്റെ കൃഷിയിടത്തിൽ വ്യത്യസ്തങ്ങളായ ഒരുപാട് വിളകളുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അവക്കാഡോയ്ക്കാണ് അല്ലേ? അതെ അതെ. എന്തുകൊണ്ടാണ് ഞാൻ അവക്കാഡോ കൃഷിയിലേക്ക് ഞാൻ കടന്നത് ഞാൻ ഒരു മരത്തിലെ ആദായം കണ്ടതിന് ശേഷം മാത്രം. അത് നമുക്കും വളരെ നല്ലതാണ്. ഇത് പിള്ളേരൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം മാത്രം വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. രണ്ടാമത് പിന്നെ ഇതിൻ്റെ ഇൻട്രസ്റ്റ് എടുത്ത് ഇത് അടിക്കുമ്പോൾ തന്നെ കൊച്ചു കുട്ടികൾ വരെ ഓടി വരിക. അങ്ങനെ ഇത് എൻ്റെ 20ഓളം രോഗങ്ങളെ തീർക്കാൻ കഴിവുള്ള ഒരു ഫ്രൂട്ടാണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. ഇത് പറിക്കുന്നത് പച്ചയ്ക്ക് ഇത് എവിടെയും പറിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ പഴുത്തത് പറിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. പഴുത്ത് കഴിയുമ്പോഴത്തേന് ഇത് ഗ്രീൻ കളർ അങ്ങ് മാറിയിട്ട് ഇത് ബ്രൗൺ കളറായി മാറും. പെട്ടെന്ന് ചീത്തയാവും അല്ലേ? പഴുത്ത് കഴിഞ്ഞാലേ ചീത്തയാവുന്നുള്ളൂ. പഴുക്കണമെങ്കിൽ ഒരാഴ്ച താമസമുണ്ട്. അന്നേരത്തിന് എവിടെയെങ്കിലും നമുക്ക് വെളിയിൽ എത്തിക്കാൻ പറ്റും. അതിലേക്ക് എത്ര അവക്കാഡോ ഉണ്ട്? എനിക്ക് 35 മരത്തോളം ഉണ്ട്. അതിനകത്ത് വ്യത്യസ്ത ഇനങ്ങളാണോ? വ്യത്യസ്ത ഇനങ്ങൾ രണ്ട് വെറൈറ്റി ഇപ്പോൾ എനിക്ക് നിലവിലുള്ളൂ. ഒരെണ്ണം കൂടെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു റെഡ് കളർ കൂടെ ഉണ്ടെന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ സെലക്ട് ചെയ്ത് കൊണ്ടിരുന്നു ഉടനെ. മാത്രമല്ല ഈ കൃഷിയിടത്തിൻ്റെ ഒരു പ്രത്യേകത കിഴക്കാന്തൂക്കായ ഇറക്കമൊക്കെയാണ്. ആ ഇറക്കത്തിലാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള സസ്യജാലങ്ങൾ, വൃക്ഷജാലങ്ങൾ, നാണ്യവിളകളൊക്കെ നട്ടുപരിപാലിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ അവക്കാഡോയ്ക്ക് അനുയോജ്യമാണോ? ഇവിടുത്തെ കാലാവസ്ഥയാണ് അവക്കാഡോയ്ക്ക് ഏറ്റവും നല്ലത്. കാരണം ഇത് നാട്ടിലേക്ക് ഇത്രയും കായ വലിപ്പമൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ വേറെ ഒരു വെറൈറ്റി ഞാൻ കണ്ടിട്ടുള്ളത് പല സ്ഥലത്ത് ഇപ്പം അടിമാലിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് നീളത്തിൽ കപ്പളങ്ങ പോലെ നീളത്തിലുള്ള കായുണ്ട്. പക്ഷെ അതും നല്ലതല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡിമാൻഡില്ല. വിപണിയിൽ ഡിമാൻഡില്ല. വിപണിയിൽ നല്ല റൗണ്ട് കായ്ക്കാൻ അതായത് തേങ്ങ പോലെ ഇരിക്കും. ഓ ശരി. ആ സൈസിനാണ് വിപണിയിലുള്ള ഏറ്റവും വലിയ ഡിമാൻഡ്. നമ്മൾ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എവിടെ നോക്കിയാലും അവക്കാഡോ. ഇതെല്ലാം ഇതത് തന്നെയാ വേദിക്കുന്നു. അതെല്ലാം അത് തന്നെ. ഇത് എത്ര നാളായി നട്ടിട്ട്? ഇതിപ്പോ 3 വർഷം പഴക്കമായി. 4 വർഷത്തോളമായി. ഈ കൃഷിയിടത്തിലെ ഏറ്റവും പ്രായമുള്ള അവക്കാഡോ എത്ര പ്രായമുള്ളത്? അത് എനിക്ക് 12 വർഷത്തോളം 14 വർഷം പഴക്കമുണ്ട്. വീടിന്റെ അരികിൽ തന്നെ അല്ലേ? അതാണ് കൂടുതൽ വരുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക്. അപ്പോൾ അവക്കാഡോയുടെ ഒരു തോട്ടം തന്നെ ഈ ചെരിഞ്ഞ കൃഷിയിടത്തിൽ മോഹനൻ ചേട്ടൻ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രദേശത്ത് ആദ്യമായിട്ട് അവക്കാഡോ പരിപാലിച്ച് വിളവെടുത്തതും താങ്കളാണല്ലേ? തീർച്ചയായും. ഈ പ്രദേശത്ത് ഉള്ളതായിട്ട് എനിക്ക് അറിവിലില്ല. പിന്നെ എനിക്ക് എപ്പോഴും പറമ്പിൽ എന്തെങ്കിലും ഒരു ദിവസം ഇച്ചിരി ഒന്നും പണിതില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു കിടക്കുമ്പോൾ പോലും ഒരു അസ്വസ്ഥതയാണ്. ഇന്നിപ്പോൾ രാവിലെ ഞാൻ മുളക് പറിച്ചു. ഒരു പരമ്പ് മുളക് ഇന്നലെയും കൂടെ പറിച്ചതും കൂടെ കൂട്ടി ഞാനിപ്പം അങ്ങോട്ട് മേടിച്ച് വെയിലത്തേക്ക് ഇട്ടതേ ഉള്ളൂ. മുളക് ഇനിയും പറിക്കാനുണ്ടല്ലോ? കുരുമുളക് പറിക്കാനുണ്ട്. കുരുമുളക് നഷ്ടത്തിൽ തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പോകുന്നത്. കാരണം എനിക്ക് ഇത് പറിക്കാനും നമുക്ക് സംസ്കരിക്കാനും ഒക്കെ ഉള്ള അതിൻ്റെ തിരിയെല്ലാം വേർതിരിച്ചെടുക്കാനും ഇപ്പം അത് കുറച്ച് ഞാനൊരു നെറ്റയിലൊക്കെ ചെയ്തതുകൊണ്ട് കുറച്ച് ഇതുണ്ടോ അങ്ങനെയുള്ള. പക്ഷെ എന്നാലും അത് കൊണ്ടുവന്ന് നമ്മൾ ഉണങ്ങി 3 ദിവസം വാരിയെടുത്ത് ഉണങ്ങി ഒക്കെ ചെയ്യുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് എൻ്റെ കണക്കൂട്ട് പറഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷൻ 1000 രൂപ എടുത്ത് കിട്ടണം 1 കിലോയ്ക്ക്. ഈ അവക്കാഡോയുടെ വില എങ്ങനെയാണ്? അവക്കാഡോയുടെ വില ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ തമിഴ്നാട് പോയിട്ട് മറയൂർ വന്നപ്പം ഈ സാധനം അടിക്കുന്നത് വളരെ ചെറുതായി. എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 1 കിലോയോളം വലിപ്പം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ കണ്ടത് മറയൂർ കണ്ടത് ഏതാണ്ട് ഒരു 400 ഗ്രാം 500 ഗ്രാം. എന്താ വിലയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 350 രൂപയെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ ഇന്ന് ചിരിച്ചിട്ട് പോരുകയും ചെയ്തു. അത്രയ്ക്കും ഡിമാൻഡ് ഉണ്ട് ഇപ്പോൾ. ഇതൊക്കെ ലുലുവിലൊക്കെ ഇപ്പോൾ ഇവിടെ 350 പറയുമ്പോൾ അവിടെ 550 വരും. ഉറപ്പായ കേസാണ്. പിന്നെ നമുക്ക് അത്രയും കിട്ടത്തില്ല. പിന്നെ ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഞാൻ വിപണിയിലെ വില ഇങ്ങനെ നോക്കി മൂന്നാറൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് അങ്ങ് കൊടുക്കും. അങ്ങനെ അപ്പം നല്ലത് നോക്കി കൊടുക്കാൻ പറ്റും. എനിക്ക് ഏറ്റവും നല്ലത് നോക്കി വലിപ്പമുള്ളതും പറിച്ചെടുത്ത് കുറച്ചല്ലേ കൊണ്ടുപോകുന്നുള്ളൂ. അങ്ങനെ കൊടുക്കാൻ പറ്റും. നല്ല ഫ്രഷായിട്ട് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ പറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൃഷി എടുത്തിരുന്ന ഇവിടുന്ന് തന്നെ എന്തോരം പറിച്ചു കൊടുക്കും? 600 കിലോ വരെ ഞാൻ പറിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരൊറ്റ മരത്തിൽ നിന്ന് ഉറച്ച് കായ്ച്ചു കൊടുക്കരുത്. കമ്പ് ഞാൻ ഓർത്തിട്ടുണ്ട് ഇത് ഒടിഞ്ഞു പോകുമെന്ന് ഓർത്തിട്ടുണ്ട്. നമുക്ക് ആ മരച്ചൂട്ടിലേക്ക് ഒന്ന് പോവാം. അല്ല അതാ കണ്ടത് പൂത്തട്ടേ ഉള്ളൂ. അത് ഇതാണ് മോഹനൻ ചേട്ടൻ്റെ ഏറ്റവും പ്രായമുള്ള അവക്കാഡോ. എത്ര നാളായി? ഒറ്റ മരത്തിൽ നിന്ന് എനിക്ക് ഏതാണ്ട് ഒരു 800 കിലോയോളം എനിക്ക് ഞാൻ പറിച്ചു കിട്ടിയിട്ടുണ്ട്. ഓ ശരി. അപ്പോൾ 1 കിലോയ്ക്ക് അന്ന് 100 രൂപ. ഇപ്പം ഭയങ്കര വിലയാ. ഇപ്പം ഈ കാണുന്ന കായക്ക് ഇനി എന്തോരം വലുതാവും? ഇതിന്റെ ഡബിൾ ആവും. ഓ ശരി. ഡബിളിന് മേലെ പോകും. അത് ശരി. ഓ ഒരു വശത്ത് പൂത്ത് നിൽക്കുന്നു, വേറൊരു വശത്ത് ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നു. ആ കായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല
3 പ്രാവശ്യമായിട്ടാണ് ഇതിൽ കാവ ഉണ്ടാകുന്നത്. അത് ശരി. അപ്പോൾ ഇത് എത്ര വർഷമായതാ മരം? ഇതിപ്പോൾ 14 വർഷത്തോളം പഴക്കം. 14 വർഷം പഴക്കമുണ്ട്. മാത്രമല്ല ഇതിന്റെ ഷേപ്പിന് വ്യത്യാസമുണ്ടല്ലോ. വ്യത്യാസമുണ്ട്. അത് ഞാൻ മോള് വശം കട്ട് ചെയ്ത് നിർത്തി. കട്ട് ചെയ്തപ്പോൾ പിന്നെ ഇങ്ങനെ പടർന്നു. കട്ട് ചെയ്തിട്ട് പടർത്തി വിടും. അപ്പോൾ നമുക്ക് പറിക്കാൻ എളുപ്പമുണ്ട്. അത് ശരി. ഇപ്പോൾ ടെറസിന്റെ മീത് നിന്ന് നമുക്ക് അവക്കാഡോ പറിക്കാം. ടെറസിന്റെ മുകളിൽ ബാൽക്കണിയിൽ നിന്ന് പറിക്കാം, നിലത്ത് നിന്ന് പറിക്കാം, എല്ലായിടത്തും 3 നിന്ന് പറിക്കാം. അത് ശരി. അതാണ് പ്രത്യേകത. അങ്ങനെ പല ഇതുണ്ട്. ഇത് കട്ട് ചെയ്ത് നിർത്തിക്കൊണ്ട് മാത്രം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ പല സ്ഥലങ്ങളിലും ഇത് ഭയങ്കര പൊക്കത്തിൽ പോയിട്ട് ഇത് പറിക്കാൻ വളരെ ബുദ്ധിമുട്ടുന്നു. അപ്പോൾ അഥവാ ഇനി കൈയൊന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇത് താഴെ പോയി കഴിഞ്ഞാൽ അത് തീർന്നു പോയി. അത് വട്ടം പൊട്ടുക. പൊട്ടിക്കഴിഞ്ഞിട്ട് കായും എല്ലാം ഇത് പോകുക. പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. ശ്രദ്ധയോടുകൂടി പറിക്കണം. ഇപ്പൊ ഈ പൂക്കളൊക്കെ ഇനി എത്ര നാൾ കഴിയുമ്പോൾ കായ്കളാവും? ഇതിപ്പോ കായായിട്ടുണ്ട്. ഇതൊക്കെ പൂവ് അങ്ങോട്ട് പൊഴിഞ്ഞു കഴിഞ്ഞാൽ പൂവല്ല, ഇതിനൊരു സൈസ് കായ അരി പോലെ ഉണ്ട്. ഇത് കണ്ടോ, ഇത് ഈ അരി പോലുള്ളത് ഇതങ്ങ് പൊഴിഞ്ഞു പോകും. ഇതിൽ തന്നെ പൂവുണ്ട്. ആ പൂവാണ് കായാവുന്നത്. ഓ ശരി. ഇതിനകത്ത് തന്നെ ഇത് കണ്ടോ, ഇതാണ് പൂവ്. ഇത് പൂവും കായും കൂടെ കൂടിയതാ. ഇതാണ് പൂവ്, ഇതാണ് കായായി വരുന്നത്. ഓ ശരി. പൂവ് അങ്ങ് പൊഴിഞ്ഞു പോകും. ഇത് കായ, ഇത് കണ്ടോ. എല്ലാ പൂവും കായാകുന്നുമില്ല കേട്ടോ. ഇത് കായ, അത് കായായി വരുന്നേ ഉള്ളൂ. അത് ശരി. എന്തായാലും അവക്കാഡോ കൃഷിയെ നന്നായി ശ്രദ്ധിക്കുന്ന ഇടുക്കി ചിത്തരപുരത്തെ അത് ഭയങ്കര താല്പര്യമാണ്. അത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരു കൃഷിയാണെന്നാണ് മോഹൻ ചേട്ടൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൃഷിയുടെ കാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവക്കാഡോ തന്നെയാണ്. ആ കൃഷിയുടെ കാഴ്ചകളാണ് പ്രേക്ഷകരെ ഒരു സംതൃപ്തി ഇവിടെ ഉണ്ട്. നമ്മുടെ ഇന്ന് ജനങ്ങൾക്കും കൊടുക്കാൻ നല്ല രീതിയിൽ ഒരു കൃത്രിമമില്ലാത്ത ഒരു ഫ്രൂട്ട് കൊടുക്കാൻ പറ്റും. നമുക്ക് കഴിക്കാൻ പറ്റും. അതായത് ഏറ്റവും വലിയ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ സംതൃപ്തി തന്നെ അതല്ലേ. തീർച്ചയായിട്ടും. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്നേഹപൂർവ്വം, ആന്റണി പെരിയറ.